സുൽത്താനേ. ഞാൻ ഇന്ന് നിൽക്കുന്ന പുനലൂരാട്ടോ. പുനലൂർ വളരെ ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ തൂക്കുപാലത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് തൂക്കുപാലത്തിൽ വരാനായിട്ടൊരു കാര്യമുണ്ട്. നമുക്ക് ഏറ്റവും അറിയുന്ന നമ്മുടെ ആക്ഷൻ ഹീറോ ആയിട്ടുള്ള ബാബു ആൻ്റണി ചേട്ടൻ്റെ അപരനായിട്ട് വളരെ വൈറലായ ബാബു സുജിത്ത് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അപ്പം അദ്ദേഹത്തിനെ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ടാണ് ഇന്ന് നമ്മുടെ ഉദ്ദേശം. അപ്പം നമുക്ക് നേരെ ബാബു സുജിത്തിൻ്റെ അടുത്തോട്ട് പോവാം. കമോൺ. ഇതാണ് നമ്മുടെ ബാബു സുജിത്ത്. അപ്പം നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മുടെ ബാബു ആൻ്റണി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഇട്ട് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. സുജിത്ത് ഇപ്പോൾ സൂപ്പർ വൈറലാണ്. അപ്പോൾ നമ്മൾ സുജിത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്നത്. സുജിത്ത് നമസ്കാരം. നമസ്കാരം. നമ്മളെ കൂട്ടുകാരൊക്കെയാണ്, പക്ഷേ സുജിത്തിൻ്റെ റേഞ്ച് മാറിപ്പോയി കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് സന്തോഷം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വൈറലായപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ഷൂട്ടിന് വേണ്ടി വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ സുജിത്തിനെ കണ്ടിട്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം വലിയ സന്തോഷമുണ്ട്. സുജിത്ത് വലിയൊരു ലെവലിലോട്ടാണ് പോകുന്നത്. പിന്നെ സുജിത്തിൻ്റെ പുതിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കൊന്നും അറിയണം. എന്തൊക്കെയാ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാബു സാറിൻ്റെ ഒരു വീഡിയോ കൂടെ നമ്മൾ ഒട്ടുമിക്ക ചാനലിലും വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും നമ്മളെ തിരിച്ചറിയുന്നു. പിന്നെ സിനിമയിലേക്ക് ഒരു എൻട്രി ചെയ്യുന്ന മാതിരി തിങ്കളാഴ്ച ഒരു സിനിമയുടെ ഡബിങ് തുടങ്ങുക. അപ്പോൾ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിന് തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഷൂട്ടിന് വന്നപ്പോൾ തന്നെ കുറേയധികം സ്ത്രീകൾ അതുപോലെ തന്നെ കുറേ ചേട്ടന്മാരൊക്കെ ഇദ്ദേഹത്തിന് തിരിച്ചറിയുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഒരു മനുഷ്യന് കിട്ടുന്ന വളരെ വലിയ സന്തോഷങ്ങൾ. ഒരു താരത്തിൻ്റെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഒരുപാട് ആളുകൾ നേരത്തെ കുറേ ചേച്ചിമാരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പം അങ്ങനെ സിനിമയിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടിയിരിക്കുകയാണ്. ഡബിങ് ആണ് ഫസ്റ്റ് കൊല്ലം സുധിച്ചേട്ടൻ അഭിനയിച്ച അവസാന സിനിമ സ്വർഗത്തിലെ കട്ടുറുമ്പ്. അത് ശരി. അതിനകത്ത് ഡബ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ സൗണ്ടാണോ നമ്മൾ ഡബ് ചെയ്യാനായിട്ട് പോകുന്നത്? കൊല്ലം സുധിച്ചേട്ടന്റെ ശബ്ദം തിങ്കളാഴ്ച വിട്ട് ഡബിങ് തുടങ്ങുകയാണ്. ഓ, വലിയൊരു കലാകാരൻ കൂടെ. ഒരുപാട് മിമിക്രി കാര്യങ്ങളെല്ലാം സുജിത്തിന്റെ കയ്യിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അദ്ദേഹം ഒരു സകലകലാ വല്ലഭൻ എന്ന് പറഞ്ഞ ആ വാക്ക് സുജിത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അംഗീകാരം തന്നെയാണ്. പിന്നെ ഒരു നന്മയുടെ നിറകുടം കൂടിയാണ്. സുജിത്തിൻ്റെ ഒരു അമ്മയ്ക്ക് വേണ്ടി സുജിത്ത് വീട് വെച്ച് കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ മുമ്പ് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം കൂടിയാണ്. ഇപ്പം സുജിത്ത് ഇനി എങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്താണ് എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇപ്പോൾ അഖിൽമാരാർക്ക് ശേഷം കൊട്ടാരക്കരയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈറലായ ഒരാൾ ആരാന്ന് വെച്ചാൽ നിസ്സംശയം പറയാം, അത് നമ്മുടെ സുജിത്ത് തന്നെ അല്ലേ? എന്താ ഇനി എങ്ങനെയാണ് നമ്മുടെ ജീവിതമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? കുറെ ആരാധകരൊക്കെ വരുന്നുണ്ടല്ലോ. സുജിത്തിന്റെ പരിചയക്കാരനാണോ? അങ്ങനെ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് അഖിൽമാരാർക്ക് ശേഷം ഒരു പുതിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ബാബു സുജിത്ത്. ഇതിലോട്ടൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുജിത്തിന്റെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാ? അമൃത ടിവിന്ന് വിളിച്ചായിരുന്നു, എന്നെ വിളിച്ച് കോമഡി മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുമെന്ന് വെച്ച്. അങ്ങനെ കുറെ അവസരങ്ങൾ കുറെ TV ചാനലുകൾ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഒത്തിരി സന്തോഷം. ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. വൈറലായി. ഇപ്പം സെൽഫി എടുക്കാനും ഒക്കെ ആൾക്കാരുടെ ഒരു തിരക്ക് നമ്മളെ നേരിട്ട് കണ്ടതല്ല. നമുക്ക് കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സഹകരിക്കുന്ന ഒരുപാട് നന്മ മനസ്സുകളുടെ സപ്പോർട്ടിന്റെ പേരിലാണ് നമ്മൾ സാധാരണക്കാരനായ നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ വന്നത്. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇതിനകത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ഈ സുജിത്ത് വൈറലാവുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഞാനും സുജിത്തും കൂടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു.
അത് ബാബു ആന്റണിയായിട്ട് സുജിത്തും ഞാൻ ഒരു സ്റ്റണ്ട് സീനായിരുന്നു. ഞാൻ തല്ലുകൊണ്ട് വീഴുന്ന ഒരു സീനൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടല്ല അന്ന് ചെയ്തത്. അന്ന് ഞാൻ സുജിത്തിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, സുജിത്തെ തലവര മാറാൻ പോവുകയാണ്. ഞാൻ അന്ന് തമാശ രീതി പറഞ്ഞാണെങ്കിലും പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സുജിത്ത് ശരിക്കും ബാബു ആന്റണി ആയി. ഞങ്ങളത് വളരെ തമാശ ഒരു നമ്മുടെ സൗഹൃദ സംഭാഷണത്തിനിടെ പറ്റിയൊരു കാര്യമല്ലേ. തീർച്ചയായിട്ടും ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ കുട്ടിക്കാലത്തെ അളിയാൻ പറയുമായിരുന്നു ബാബു ആന്റണിയുടെ രൂപത്തിൽ ഇരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ സുഹേൽ ഫൈസ് ഇക്ക, ആ ജീപ്പിനകത്ത് ജീപ്പ് വൈറലാണ്. പുള്ളിക്കാരൻ ആ എടുത്ത വീഡിയോ എനിക്ക് തോന്നുന്നത് എവിടെ പോയാലും ആ ജീപ്പാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്, വൈറൽ ജീപ്പ് എവിടെയെന്നാണ് ചോദിക്കുന്നത്. ആ വീഡിയോ എടുത്തത് സുഹേലിക്കയാണ്. ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഷേ ചേച്ചി, ജയൻ ചേട്ടൻ, സുഹിത്രാജ്, ഒരുപാട് പേരുടെ സപ്പോർട്ട് ബാബു ആന്റണി എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. പിന്നെ അതിന്റെ സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുടെ സപ്പോർട്ട്. പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് തന്നെ ശ്യാമണ്ണൻ, അന്ന് നമുക്ക് വേണ്ടി വീഡിയോഗ്രാഫി ചെയ്ത ഒരു ശ്യാമണ്ണന്റെ വീഡിയോ, അതിനകത്ത് ഈ സുഹൃത്തുക്കളുടെ വീഡിയോ GP നമ്മളെ മിക്സ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് സെറ്റ് ചെയ്തത്. ഒത്തിരി സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവരുടെ പടം വരുമ്പോൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. നല്ല കറോട്ട, നല്ല ഇത് എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ സുരക്ഷിത ഹോട്ടലിൽ എൻ്റെ ഭാര്യയൊക്കെ മരിച്ചു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ കടത്തണെല്ലാം ഉറക്കോ. ഇപ്പോൾ ബാബു ആന്റണി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്ടം. നല്ല കറോട്ട ഫൈറ്റ്. അതാണ് ഒത്തിരി സന്തോഷം. ഓക്കെ, മതി ഓവറാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ ഫൈറ്റും പഠിച്ചവനാ. ബാബു ആന്റണി കാണുന്നു. സാറേ സന്തോഷം, സാറിനെ കണ്ടത് സന്തോഷം. അല്ല, ഞാൻ വീഡിയോ ഇട്ടാണ് ബാബു ആന്റണി സാറ്. ഇതാണ് ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ബാബു ആന്റണിയെ കണ്ട സന്തോഷായോ? സന്തോഷം. ഇനി ആറ്റിൽ ചാടണോ? ഇപ്പൊ ഞാൻ ചാടിയ നിങ്ങൾ ഇപ്പൊ ഞങ്ങളെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ കുറെ പ്രാവശ്യം ആളുകൾ ഇങ്ങനെ വന്നിട്ട് ബാബു സുജിത്ത് അല്ലേ എന്നൊക്കെ ചോദിച്ച് സെൽഫി ഒക്കെ എടുക്കുന്നതാണ്. കുറെ ഡിലേ ആയി. അപ്പൊ എന്താ പെണ്ണുപിള്ളയൊക്കെ മരിച്ചിട്ട് 10 കൊല്ലം ഒറ്റ തടിയാ. ഹലോ, വീഡിയോ തന്നെ. ഒറ്റ തടിയാ. ഞങ്ങള് തൊട്ടാലൊക്കെ ഭഗവാൻ ഞങ്ങളെ പണിക്കുന്നോ. അപ്പോൾ നമ്മുടെ സുജിത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ട് സുജിത്ത് ഇനി നല്ലൊരു ലെവലിലേക്ക് അങ്ങ് പറക്കുകയാണ്. അപ്പം സുജിത്തിനൊപ്പം നമ്മളും പറക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? നമ്മളും എത്തും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇനി സുജിത്തിനെ അടുത്ത പ്രാവശ്യം ബിഗ് ബോസിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ വലിയ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് സുജിത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം അടുത്ത കുറച്ച് ദിവസങ്ങളൊക്കെ ഒരുപാട് TV ഷോകളിലേക്കും സുജിത്ത് എത്തുകയാണ്. അങ്ങനെ സുജിത്ത് മാറനാട് സുജിത്ത് നമ്മുടെ ബാബു പറയുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ആശയങ്ങൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം സുജിത്തിൻ്റെ കൂടുതൽ വിഷയങ്ങളുമായി മറ്റു രീതിയിലേക്ക് പോകുന്നവരെ